നമസ്കാരം. ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരു മാധ്യമപ്രവർത്തകനുണ്ടായിരുന്നു. പത്രമെല്ലാമുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന് ഒരു ദൃശ്യമാധ്യമ ചാനലും ഉണ്ട്. ആ ദൃശ്യമാധ്യമ ചാനലിൽ ജോലി ചെയ്തിരുന്ന പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകൻ. ആ മാധ്യമപ്രവർത്തകൻ അവതരണത്തിലൊക്കെ വളരെ വിദഗ്ധനാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒരു രോഗമുള്ള ഒരു ഞരമ്പ് രോഗിയാണ് അദ്ദേഹം. ആ ഞരമ്പ് രോഗത്തിൻ്റെ ഭാഗമായി സഹപ്രവർത്തകയോട് അടിവസ്ത്രം ഇട്ടിട്ടുണ്ടോ എന്നോ അടിവസ്ത്രം ഇന്നതാണോ ഇട്ടിരിക്കുന്നതെന്നോ മറ്റോ രീതിയിലുള്ള ഒരു സന്ദേശം അയക്കുകയും അതിൻ്റെ പേരിൽ ചെവിക്ക് പിടിച്ച് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഈ മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ച് ഞരമ്പ് രോഗം മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു കുടുംബമുള്ളപ്പോൾ തന്നെ മറ്റൊരു കുടുംബം വെച്ച് പുലർത്തുന്നു എന്നുള്ളൊരു ആരോപണമൊക്കെ പലരും ഉയർത്തിയിരുന്നു. അതും പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ, പ്രസിദ്ധരായ സിനിമാ താരങ്ങൾ തന്നെ ഇദ്ദേഹത്തിനെതിരെ പരസ്യമായി തന്നെ മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഞരമ്പ് രോഗം സമൂഹത്തിനിടയിലേക്ക് അദ്ദേഹം പ്രകടിപ്പിച്ചു തുടങ്ങുമ്പോൾ അത് സാമൂഹികമായൊരു പ്രശ്നമാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ വെറുതെ ഒരു ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം. അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇനി വേണു ബാലകൃഷ്ണനെക്കുറിച്ച് സംസാരിക്കാം. വേണു ബാലകൃഷ്ണൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ രാജിവെക്കുകയോ ചെയ്ത് കുറച്ചു കാലം എവിടെയും ഒരു ചൂടുറപ്പിക്കാൻ ഒരു ഇഞ്ച് ഭൂമി പോലും കിട്ടാതെ അലഞ്ഞു നടന്നൊടുവിൽ ബിഗ് ടി വി എന്നൊരു സംരംഭത്തിൽ എത്തപ്പെട്ട മാധ്യമപ്രവർത്തകനാണ്. കേരളത്തിൽ ഒരുവിധപ്പെട്ട ടെലിവിഷൻ പ്രേക്ഷകർക്കെല്ലാം വാർത്തകൾ കാണുന്ന, ദൃശ്യമാധ്യമങ്ങളിലൂടെ വാർത്തകൾ കാണുന്ന പ്രേക്ഷകർക്കെല്ലാം പരിചിതമായൊരു മുഖവുമാണ്, പേരുമാണ്. വളരെ നല്ല അവതരണമാണ്. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണു ബാലകൃഷ്ണന് ഇപ്പോൾ മാധ്യമ ലോകത്തൊരു നിലനിൽപ്പ് ആവശ്യമാണ്. അതിന് വേണു ബാലകൃഷ്ണന് സ്വീകരിക്കാവുന്ന 2 വഴികളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഒരു വഴി അല്പം പ്രയാസകരമാണ്. കാരണം നല്ല മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തി നല്ല വാർത്താ വിശകലനങ്ങൾ, അത് രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായിട്ടുള്ളതാകാം, പ്രതികൂലമായിട്ടുള്ളതാകാം, അത്തരത്തിലുള്ള നല്ല വാർത്താ വിശകലനങ്ങളിലൂടെ, വാർത്താ അവതരണത്തിലൂടെ മുന്നോട്ട് പോവുക, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മാർഗ്ഗമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പ്രേക്ഷകരെ പിടിക്കുവാൻ പറ്റുന്ന ഒരു വിവാദമുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അത് രാജ്യം ഭരിക്കുന്ന കക്ഷിക്കും രാജ്യത്തെ ഭൂരിപക്ഷമായൊരു ജനവിഭാഗത്തിനും എതിരെയുള്ളൊരു പ്രവർത്തന രീതിയാകുമ്പോൾ അതിനൊരു ക്ലിക്ക് ബൈറ്റ് വാല്യൂ എന്ന് പറയും. ഒരു വിവാദമുണ്ടാക്കി പ്രശസ്തി നേടുക. എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി എന്ന് പറയുമല്ലോ. ബാഡ് പബ്ലിസിറ്റി ഈസ് ഓൾസോ ഗുഡ് പബ്ലിസിറ്റി എന്ന് അഡ്വർടൈസ്മെൻറ്റിൽ പറയും ഇടയ്ക്കിടയ്ക്ക്. അതൊരു ശരിയായ പ്രയോഗമല്ല. പ്രയോഗമെന്ന് പറഞ്ഞാൽ ശരിയായൊരു രീതിയല്ല. എന്നാൽ പോലും നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ വാർത്തകൾ വിനോദങ്ങളായി മാത്രം ഉൾക്കൊള്ളുന്നൊരു ബഹുഭൂരിപക്ഷം പ്രേക്ഷക സമൂഹമുള്ളൊരു സമൂഹത്തിൽ അത് വാസ്തവമാണ്. അതൊരു അംഗീകരിക്കപ്പെടേണ്ട സത്യമാണ്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തന രീതി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. അടുത്തിടെയായി ഈ കഴിഞ്ഞ ദിവസം ഹൈന്ദവ സ്ത്രീകൾ അമ്പലത്തിൽ സ്ഥിരമായി പോകുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ വിഷമത്തോടുകൂടിയും ആശങ്കയോടുകൂടിയും ഒരു പരിപാടി അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ പണിയെടുക്കുന്ന ദൃശ്യമാധ്യമത്തിൽ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ വളരെ വിചിത്രമായി തോന്നി. വിചിത്രമെന്നല്ല, ഇപ്പോഴുള്ള ഒരു ഹൈന്ദവ വിരോധികളുടെ ഒരു സ്ഥായിയായ ആശങ്കകൾ തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അത് വളരെ കൃത്യമായി, വളരെ സ്ഫുടമായും വ്യക്തമായും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. കാരണം ഈ വേണു ബാലകൃഷ്ണൻ പ്രകടിപ്പിച്ച ആശങ്കകളെല്ലാം ജിഹാദികൾക്കുമുണ്ട്, അന്തംഗമികൾക്കുമുണ്ട്, ഒരു പരിധിവരെ കൊങ്ങികൾക്കുമുണ്ട്. കൊങ്ങികളുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. കാരണം അവരുടെ ആശങ്ക ആര് മുഖ്യമന്ത്രിയാകും, പ്രിയങ്ക ഗാന്ധിയുടെ മൂക്ക് ഇന്ദിരാഗാന്ധിയുടെ അത്രയും തന്നെയുണ്ടോ, അത്തരത്തിലുള്ള ആശങ്കകളുമായി അവരവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്നു. പക്ഷേ അന്തംഗമ്മികൾക്കും ജിഹാദികൾക്കും ഇതുപോലുള്ള വേണു ബാലകൃഷ്ണൻ ആകുവാൻ ശ്രമിക്കുന്ന സ്യൂഡോ ബുദ്ധിജീവികൾക്കുമെല്ലാം ഉള്ള ആശങ്കകളുടെ കൃത്യമായിട്ടുള്ളൊരു അവതരണമായിരുന്നു. അതും വ്യക്തമായ ഒരു ശൈലിയിലുള്ള അവതരണമായിരുന്നു വേണു ബാലകൃഷ്ണൻ ഈ കഴിഞ്ഞ ദിവസം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഹിന്ദു സ്ത്രീകൾ ഇപ്പോൾ സ്ഥിരമായി തന്നെ അമ്പലങ്ങളിൽ കൂടുതലായി പോകുന്നു, അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ആ അമ്പലങ്ങളിൽ അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം ചിലവഴിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കപ്പെടുന്നു. രാവിലെ പോയാൽ അവർക്ക് പ്രാതൽ ലഭിക്കും, ഉച്ചഭക്ഷണമുണ്ട്, വൈകുന്നേരം ഭക്ഷണമുണ്ട്, ചായയും കടികളുമുണ്ട്. ഇതിനെല്ലാം ഫണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിക്കണം. അടിസ്ഥാനപരമായിട്ട് ഈ ഫണ്ട് വരുന്നത് അന്വേഷിക്കുന്നതല്ല വേണു ബാലകൃഷ്ണൻ്റെ ഒരു ആശങ്ക. ഫണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളതല്ല പ്രധാന ആശങ്ക. അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. കാരണം ഈ അമ്പലങ്ങളിലെല്ലാം അന്നദാനം പോലുള്ള കർമ്മങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന തുകകളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും, മലദ്വാർ ഗോൾഡിൽ നിന്ന് സമാഹരിച്ച ഫണ്ടായിരിക്കില്ല ഈ പ്രക്രിയകൾക്ക് വേണ്ടിയിട്ട് ഇത്തരം
കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് അമ്പലങ്ങൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ ഉപയോഗിക്കുന്ന അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ അത് എക്സെപ്ഷൻസ് ആണ്, ലോ അല്ല. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്, നിയമമായിട്ട് തുടരുന്ന ഒരു കാര്യമല്ല. ഇനി കാര്യത്തിലേക്ക് തിരിച്ചു വരാം. എന്താണ് വേണുഗോപാലകൃഷ്ണൻ്റെ ആശങ്ക? ഈ സ്ത്രീകൾ, ഹൈന്ദവ സ്ത്രീകൾ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് പോയി കഴിഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടുത്തെ ചടങ്ങുകളിലും പരിപാടികളിലും ഒക്കെ പങ്കെടുത്താൽ വേണുഗോപാലകൃഷ്ണൻ എന്താണ് കുഴപ്പം? വേണുഗോപാലകൃഷ്ണൻ ഒരു കുഴപ്പവുമില്ല. കാരണം വേണുഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അത്തരത്തിൽ പോയത് കൊണ്ട് വേണുഗോപാലകൃഷ്ണൻ രാവിലെയോ വൈകുന്നേരമോ ചായ കിട്ടാതായതുകൊണ്ടല്ല വേണുഗോപാലകൃഷ്ണൻ ഈ ആശങ്ക വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിഭാഗത്തിൻ്റെ ആശങ്കകളുടെ ഒരു പ്രതിഫലനം മാത്രമാണ് വേണുഗോപാലകൃഷ്ണനിൽ ഉണ്ടായത്. കാരണം അത്തരം ഒരു ആശങ്ക വെച്ച് പുലർത്തുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വിഭാഗം നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുമായിട്ട് ഉണ്ട് എന്നുള്ളത് ബാലകൃഷ്ണന് വ്യക്തമായി അറിയാം. ആ സമൂഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തികളെ പ്രീതിപ്പെടുത്താനാണ്, ആ ആൾക്കൂട്ടത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയും മറ്റ് ഏത് ഭൂരിപക്ഷത്തിനെയാണോ ഹൈന്ദവരെയാണോ ലക്ഷ്യം വയ്ക്കുന്നത് അവരുടെ ഒരു വിദ്വേഷ പ്രകടനം അല്ലെങ്കിൽ എതിർപ്പ് ഒരു പ്രശസ്തിയായി മാറ്റുവാനുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് വേണുഗോപാലകൃഷ്ണൻ ഇത്തരത്തിലുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്നത്. ഈ ആശങ്കകളെന്ന് ഞാൻ പറയുന്നത് ഡബിൾ കോട്ട്സിലാണ് കേട്ടോ. വേണുഗോപാലകൃഷ്ണൻ്റെ ആശങ്കകളെന്ന് പറയുന്നത് നിങ്ങൾ ഞരമ്പ് രോഗം എന്ന് കണ്ടാൽ മതി. ഓരോ തവണയും വേണുഗോപാലകൃഷ്ണൻ്റെ ആശങ്ക എന്ന് ഞാൻ പറയുമ്പോൾ വേണുഗോപാലകൃഷ്ണൻ്റെ ഞരമ്പ് രോഗം എന്ന് കേട്ടാൽ മതി. നിങ്ങൾ സ്ഥിരമായിട്ട് ഞരമ്പ് രോഗം എന്ന് പറയുമ്പോൾ അതിലൊരു അസുഖകരമായിട്ടുള്ളൊരു പ്രയോഗമായിട്ട് മാറുമത്, ആവർത്തിച്ച് പറയുമ്പോൾ. അതുകൊണ്ട് വേണുഗോപാലകൃഷ്ണൻ്റെ ആശങ്കകൾ ഈസിക്വൽ ടു വേണുഗോപാലകൃഷ്ണൻ്റെ ഞരമ്പ് രോഗങ്ങൾ, അങ്ങനെ കേട്ടാൽ മതി. അപ്പോൾ ഈ ആശങ്കകളുടെ കാര്യം പറയുമ്പോൾ ഈ ഹൈന്ദവ സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചല്ലോ. പ്രശ്നം ഇത്രയേ ഉള്ളൂ, അടിസ്ഥാനപരമായിട്ടൊരു സാമുദായികമായിട്ടുള്ളൊരു ഐക്യം ഈ അമ്പലങ്ങളിലൂടെ രൂപപ്പെട്ടു വരും. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലങ്ങളിലെ, അതിപ്പോൾ ഭജനയാകട്ടെ, നാരായണീയം വായനയാകട്ടെ, മറ്റെന്ത് പരിപാടികളാകട്ടെ, അതിലെല്ലാം നമ്മുടെ അമ്മമാരും സഹോദരിമാരും സ്ഥിരമായി ഉത്സാഹത്തോടു കൂടി പങ്കെടുക്കുമ്പോൾ സാമൂഹികമായിട്ടുള്ളൊരു ഐക്യം ജാതിഭേദമന്യേ ഹൈന്ദവർക്കിടയിൽ ഉരുവായി വരും. അതിനുള്ള സാധ്യതകൾ കൃത്യമായി എതിരാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജിഹാദികൾ, അന്തംഗമ്മികൾ, വേണുഗോപാലകൃഷ്ണനെ പോലെയുള്ള സ്യൂഡോ ബുദ്ധിജീവികൾ, ഇവരെല്ലാം ആ ഒരു ഐക്യത്തിനുള്ള സാധ്യത കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു ഐക്യത്തിലെ അപകടവും അവർ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഹൈന്ദവരുടെ ഇടയിൽ ഇത്തരത്തിലൊരു ഐക്യം രൂപപ്പെട്ടു വന്ന് അവരുടെ ആ ഐക്യത്തിൽ നിന്ന് അവരുടെ ഒരു രാഷ്ട്രീയ ബോധം വികസിച്ച് വന്നാൽ, പുതിയൊരു തലത്തിലേക്കുള്ള രാഷ്ട്രീയ ബോധം വികസിച്ച് വന്നാൽ അത് മാത്രം മതി ഈ ജിഹാദികളെയും അന്തംഗമ്മികളെയും തൂത്തുവാരിയെടുത്ത് അറബിക്കടലിൽ കളയാൻ. ജിഹാദികളും അന്തംഗമ്മികളും അറബിക്കടലിൽ നിമജ്ജനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേണുഗോപാലകൃഷ്ണനെ പോലെയുള്ള സ്യൂഡോ ബുദ്ധിജീവികൾക്ക് നിലനിൽപ്പേ ഇല്ല. കാരണം ഇത്തരത്തിലുള്ള സ്യൂഡോ ബുദ്ധിജീവികളെ വെള്ളവും വെള്ളവും കൊടുത്ത് വളർത്തുന്നത് ഈ ജിഹാദികളും, ഇപ്പോൾ പ്രമുഖരായിട്ട് ജിഹാദികൾ തന്നെ. അന്തംഗമ്മികൾക്ക് പോലും വലിയ റോളൊന്നുമില്ല ഇതിൽ. കാരണം അന്തംഗമ്മികൾക്ക് തന്നെ തീറ്റിയും വെള്ളവും കൊടുക്കുന്നത് ജിഹാദികളാണ്. അവർ തന്നെയാണ് ഈ തീറ്റിപ്പോറ്റുന്നത്. അപ്പോൾ ആ തീറ്റിപ്പോറ്റുന്ന ആളുകൾ, അവരുടെ ഉടമകൾ അറബിക്കടലിൽ നിമജ്ജനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ അടിമകൾക്ക് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? ഇല്ല. അത് തന്നെയാണ് വേണുഗോപാലകൃഷ്ണൻ്റെ പ്രധാന ആശങ്ക. അദ്ദേഹത്തിൻ്റെ ഉടമകൾക്കുള്ള വലിയ ആശങ്കയുടെ ഒരു ചെറിയ പ്രതിഫലനം മാത്രമാണ് വേണുഗോപാലകൃഷ്ണൻ്റെ ഈ ആശങ്കയിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ ഇത് പുറത്തു വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമില്ല. ഒരു തരത്തിൽ അത് നല്ലതാണെന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനകൾ പറഞ്ഞ് വളരെ സ്വതന്ത്രമായി തന്നെ സമൂഹത്തിൽ വിഹരിക്കുന്ന വേണുഗോപാലകൃഷ്ണനെതിരെ ഒരു നിയമ നടപടി പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ഇത് കാണുന്ന ഹൈന്ദവ വിശ്വാസിയായ, ഹിന്ദുമത വിശ്വാസിയായ, ഹിന്ദുമതത്തിൽ ജനിച്ച സ്വന്തം അമ്മയും സഹോദരിയും ഇത്തരത്തിൽ അമ്പലത്തിൽ പോകുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകാം. നിയമ നടപടികളൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇതിൽ. കാരണം ഇതിന് നിയമ നടപടിക്ക് യാതൊരു സാധ്യതയുമില്ല. കാരണം ആത്യന്തികമായി എന്താണ്, ഞരമ്പ് രോഗമാണെങ്കിൽ കൂടി വേണുഗോപാലകൃഷ്ണൻ പ്രകടിപ്പിച്ചത് അയാളുടെ അഭിപ്രായമാണ്. അയാൾ പറഞ്ഞത് അയാളുടെ അഭിപ്രായം മാത്രമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. തന്നെയുമല്ല, ഇവരൊക്കെ ആരോപിക്കുന്നത് പോലെ ഒരു ഫാഷിസ്റ്റ് അല്ല ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു തെളിവും നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് വയ്ക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള വേണുഗോപാലകൃഷ്ണൻ്റെ ഇത്തരം പ്രകടനങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ വെളിവാക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ, ഇതുകൊണ്ടൊരു ഉപയോഗം ഹൈന്ദവ സമൂഹത്തിനുണ്ട്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം. അല്ലെങ്കിൽ ഇവരൊക്കെ ഭയക്കുന്നത് ഇന്ന കാര്യങ്ങളാണ് ഇവരിതിൽ ഭയക്കുന്നത്. ഒരു സാമൂഹികമായിട്ടുള്ള, സാമുദായികമായിട്ടുള്ളൊരു ഐക്യം
ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകുന്നതിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മാത്രമല്ല, അതിന് ആ ഒരു ഐക്യത്തിന് ഏത് രീതിയിലും തുരങ്കം വയ്ക്കുവാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഒരു തുരങ്കപ്പണിക്കുള്ള ശ്രമം കൂടിയാണ് വേണുഗോപാലകൃഷ്ണൻ്റെ ഈ ആശങ്ക പ്രകടനം. അദ്ദേഹം അതിന് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പേരിട്ടാലും ജിഹാദി സുഖിപ്പിക്കൽ എന്ന് പേരിട്ടാലും എന്ത് പേരിട്ടാലും, സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ളത് ഭാരതത്തിൽ പ്രശസ്തി ആർജിച്ച ആ പദം പ്രശസ്തി ആർജിച്ചത് ഭാരത സൈന്യത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്കാണ്. വേണു ബാലകൃഷ്ണൻ്റെ സർജിക്കൽ സ്ട്രൈക്കോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. കൃത്യമായിട്ട് ആ പരിപാടിയുടെ പേര് ഓർമ്മയില്ല. അതോ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ പേര് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ്, അറിയാത്തവരുടെ അറിവിലേക്കായി പറയുകയാണ്. അപ്പോൾ വേണു ബാലകൃഷ്ണനിലേക്ക് തിരിച്ചു വന്നാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയിലൂടെ അദ്ദേഹം പുറത്തുവിടുന്ന ഈ ആശങ്കകൾ ഒരു തരത്തിൽ ഹൈന്ദവ സമൂഹത്തിന് പ്രയോജനപരമാണ്. കാരണം ഇത്തരത്തിലുള്ള ആശങ്കകളുമായി ജീവിക്കുന്ന വലിയൊരു വിഭാഗം ഹൈന്ദവ സമൂഹത്തിൻ്റെ ശത്രുക്കളായി നമ്മുടെ സമൂഹത്തിൽ, സംസ്ഥാനത്തിൽ, രാജ്യത്തിൽ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ബഹിർസ്ഫുരണമാണ് വേണുഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഞരമ്പ് രോഗികളെ ശ്രദ്ധിക്കുവാനും അവരുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുവാനും, അടി കൊടുക്കാനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല, അവരുടെ ഇത്തരത്തിലുള്ള ആശയപ്രകടനങ്ങൾ കൃത്യമായി തന്നെ സമൂഹത്തിൻ്റെ ഇടയിൽ, അമ്മമാരുടെയും സഹോദരിമാരുടെയും ഇടയിൽ അവതരിപ്പിച്ച് എന്തുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗ പ്രവണതകൾ പുറത്ത് കാട്ടുന്നു, അവരുടെ ഈ ആശങ്കകൾ എന്തുകൊണ്ട് പുറത്തു വരുന്നു, എന്താണ് അവരുടെ ഈ ആശങ്കകളുടെ ഒരു അടിസ്ഥാനം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ അടുത്ത ഒരു പക്ഷേ അമ്പലത്തിലെ തന്നെ ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ച് ചിദാനന്ദപുരി സ്വാമികളെ പോലുള്ളവർ വ്യക്തമാക്കുമ്പോൾ അതും ഹൈന്ദവ സമൂഹത്തിന് പ്രയോജനകരമായേ വരൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തെക്കുറിച്ച് എന്താണെന്നുള്ളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.